ഹായ് കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാം യൂണിറ്റിലെ സൗഹൃദം ജയിക്കുന്നു എന്ന പാഠഭാഗമാണ്, അവസാനത്തെ പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ. സൗഹൃദം ജയിക്കുന്നു എന്ന പാഠഭാഗം പ്രശസ്ത സാഹിത്യകാരനായ TKC വടുതലയുടെ ലേഖന സമാഹാരമായ നുണയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കഥാകൃത്തിനെ പരിചയപ്പെടാം. കേരളത്തിലെ പുലയ സമുദായം അനുഭവിച്ച രോദനങ്ങളുടെ കഥകൾ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടിയ സാഹിത്യകാരനാണ് TKC വടുതല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് TK ചാത്തൻ വടുതല എന്നാണ്. കറ്റയും കൊയ്ത്തും, ചങ്കറാന്തി അട, അപ്രകാശിത എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളാണ്, കൃതികളാണ്. 1988 അദ്ദേഹം അന്തരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള സൗഹൃദം ജയിക്കുന്നു എന്ന പാഠഭാഗം മഹാഭാരതത്തിലെ കഥയുടെ ഒരു ചെറിയ ഭാഗമാണ്. 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിലെ ഏറ്റവും ചെറിയ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൂട്ടുകാർക്കറിയാമല്ലോ, പഞ്ചപാണ്ഡവർ, അതുപോലെ 101 മക്കളായ കൗരവർ, അവർ തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധം. ഇതാണ് മഹാഭാരതത്തിലെ പ്രധാന കഥാഭാഗങ്ങൾ. ദ്രോണർ എന്ന മഹാമുനിയുടെ കീഴിൽ അസ്ത്രവിദ്യ പഠിച്ചവരാണ് കൗരവരും പാണ്ഡവരും. 101 മക്കളായ കൗരവരും 5 മക്കളായ പാണ്ഡവരും. പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവർ. ജന്മന അന്ധനായ ധൃതരാഷ്ട്രയുടെ മക്കളാണ് കൗരവർ. അവർ 101 പേരാണ്. 100 ആൺമക്കളും ദുശ്ശള എന്ന ഒരു മകളും. പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ ഉണ്ടായ കുട്ടിയാണ് കർണൻ. വിവാഹത്തിന് മുമ്പ് കന്യകയായിരുന്നപ്പോൾ ഉണ്ടായ കുട്ടിയായതുകൊണ്ട് അവർ അവനെ ഒരു കുട്ടയിലാക്കി നദിയിൽ ഒഴുക്കി. ആ കുട്ടിയെ രാധയും അതിരഥനും എടുത്തു വളർത്തി. സൂതപുത്രനായി അവൻ വളർന്നു. കുന്തിയുടെ മറ്റു മക്കളായ പഞ്ചപാണ്ഡവരോടൊപ്പം 5 മക്കളോടൊപ്പം വളരാതെ കർണൻ അതിരഥന്റെയും രാധയുടെയും വീട്ടിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സഹോദരന്മാർക്ക് കർണൻ ജ്യേഷ്ഠനാണെന്ന് അറിയുമായിരുന്നില്ല. അസ്ത്രവിദ്യയൊക്കെ പഠിച്ച കുമാരന്മാർ തങ്ങളുടെ പാടവം തെളിയിക്കാൻ വേണ്ടി ഒരു അഭ്യാസ പ്രകടനത്തിനായി ഒരുങ്ങി. അർജുനനോട് എതിരിട്ട കർണനെ ഗുരുക്കന്മാർ തടഞ്ഞു. നീ ഒരു സൂതപുത്രനാണ്, നീ ക്ഷത്രിയ രാജകുമാരന്മാരോട് ഏറ്റുമുട്ടാൻ പാടില്ല, നിനക്കതിനുള്ള യോഗ്യതയില്ല. ഇതിൽ അപമാനിതനായി നിന്ന കർണന്റെ അടുത്തേക്ക് സുഹൃത്തായ ദുര്യോധനൻ, കൗരവരിലെ പ്രധാനിയായ ദുര്യോധനൻ കടന്നു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവൻ സൂതപുത്രനല്ല, ഇവൻ അംഗരാജാവാണ്. അംഗരാജാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തിൻ്റെ പകുതി രാജ്യം ദുര്യോധനൻ കർണന് എഴുതി വെച്ച് അവനെ രാജാവാക്കിയ കാര്യമാണ്. സൗഹൃദം ജയിക്കുന്നു എന്ന ഈ പാഠഭാഗത്ത് കർണന്റെയും ദുര്യോധനന്റെയും സൗഹൃദമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാഠം: കുരു പാണ്ഡവരുടെ ആയുധ വിദ്യ അഭ്യസനത്തിന്റെ പരിസമാപ്തി ദിനം. കുമാരന്മാരേവരും തങ്ങൾ പഠിച്ച വിദ്യ പരസ്യമായി പ്രകടിപ്പിക്കാൻ അരങ്ങത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അവർ പഠിച്ച വിദ്യകളുടെ പരീക്ഷയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുവരെ സൂതപുത്രനായി മാത്രം, ഒരു തേരാളിയുടെ മകനായി മാത്രം അറിയപ്പെട്ടിരുന്ന കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് ചാടി വീണത് അപ്പോഴാണ്. വില്ലാളി വീരനാണ് അർജുനൻ. അർജുനനോട് ഏറ്റുമുട്ടാൻ അവിടെ കർണനാണ് ചാടി വീണത്. കൃപാചാര്യൻ, അതായത് അവരുടെ ആചാര്യൻ ഗുരു കൃപർ, കർണനെ അധിക്ഷേപിച്ചത് കേട്ട് കുപിതനായ ദുര്യോധനൻ മറ്റൊന്നും ചിന്തിക്കാതെ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്യിക്കുന്ന കഥ ആനന്ദാശ്രുക്കൾ പൊഴിക്കാതെ സഹൃദയർക്ക് ഭാവനയിൽ കാണുക പോലും സാധ്യമല്ല. തൻ്റെ സുഹൃത്തായ കർണനെ അപമാനിച്ചപ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ പകുതിയാണ് അവിടെ ദുര്യോധനൻ കൊടുത്തത്. അവിടെ സൗഹൃദത്തിൻ്റെ മഹത്വമാണ് നമുക്ക് മനസ്സിലാവുന്നത്. മഹാകവി ഉള്ളൂരിൻ്റെ കർണഭൂഷണം എന്ന കൃതിയിൽ ദുര്യോധനൻ്റെ ചിത്രം, നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള ചിത്രം ലേഖനം ചെയ്തിട്ടുണ്ട്. ദുര്യോധനനും കർണനും തമ്മിലുള്ള ഈ ചിത്രം കർണഭൂഷണത്തിലാണ് ഉള്ളത്. അതാണ് ഇവിടെ നമുക്ക് കാണാനായി തന്നിട്ടുള്ളത്. തൻ്റെ ആത്മസുഹൃത്തായ കർണനെ ചേർത്ത് പിടിച്ചുള്ള
ആ പ്രഖ്യാപനമാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൃദയഹാരിയാണ് ആ ചിത്രം. അപ്പോൾ കർണന്റെ വാക്കുകൾ അവിടെ ഇങ്ങനെ കോറിയിട്ടിട്ടുണ്ട്. ആഹാ ജയിപ്പൂ വിജയിപ്പൂ ഞങ്ങൾ തൻ സൗഹാർദ്ദം സൗഭ്രാത്രം സർവോത്കൃഷ്ടം. ആഹാ ജയിപ്പൂ വിജയിപ്പൂ ഞങ്ങൾ തൻ സൗഹാർദ്ദം. ആഹാ ജയിച്ചല്ലോ ഞങ്ങൾ തമ്മിലുള്ള, ഞാനും ദുര്യോധനനും തമ്മിലുള്ള സൗഹൃദം. സൗഭ്രാത്രം സർവോത്കൃഷ്ടം, അവർ തമ്മിലുള്ള സാഹോദര്യം. ഇവിടെ സൗഭ്രാത്രം എന്ന് പറഞ്ഞാൽ സാഹോദര്യം, സഹോദരനെ പോലെയാണ് കർണൻ ദുര്യോധനന്. അവിടെ സർവോത്കൃഷ്ടമാണത്, എല്ലാത്തിലും വെച്ച് ഏറ്റവും നല്ലതാണ് ആ ഒരു സൗഹൃദം. തുടർന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആയുധവിദ്യ അഭ്യസനത്തിന്റെ അവസാന ദിനത്തിൽ സംഭവിച്ചത് എന്താണ്? പാഠഭാഗത്ത് തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. കർണനെ അപമാനിക്കുകയാണ് അവിടെ ഉണ്ടായത്. കൃപാചാര്യൻ കർണനെ അധിക്ഷേപിച്ചത് എന്തിനായിരുന്നു? കൃപർ അവരുടെ ആചാര്യൻ കർണനെ ഉപദേശിച്ചത്, അതായത് അധിക്ഷേപിക്കുകയാണ് ചെയ്തത് തേരാളിയുടെ പുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. സൂതപുത്രൻ. ദുര്യോധനൻ എങ്ങനെയാണ് കൃപരുടെ ഈ അധിക്ഷേപത്തോട് പ്രതികരിച്ചത്? തൻ്റെ രാജ്യത്തിൻ്റെ പകുതി കൊടുത്തുകൊണ്ട്. ഉള്ളൂരിൻ്റെ വരികൾ വ്യക്തമാക്കുന്ന കാര്യമെന്ത്? അത് അവസാനത്തെ ആ വരികളാണ്. സാഹോദര്യത്തിൻ്റെ മഹത്വം. പ്രശസ്ത സാഹിത്യകാരനായ PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിൽ, മഹാനായ മിത്രമേ, ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു. ആരാധ്യനായ സുഹൃത്തായി എന്നോടൊത്തെന്നും വർത്തിച്ചാൽ മതി. അതാണ് നിന്നിൽ നിന്ന് ഞാൻ ഇച്ഛിക്കുന്ന പ്രത്യോപകാരം. ഇത് ദുര്യോധനൻ കർണനോട് പറയുന്നതാണ്. കർണൻ പറയുകയാണ്, നിന്റെ പകുതി രാജ്യം എനിക്ക് തന്നു, നിനക്ക് പകരമായി എന്താണ് വേണ്ടത് എന്നതിൻ്റെ മറുപടിയാണ് അത്. തുടർന്ന് കൂട്ടുകാരോട് ലൈബ്രറി സന്ദർശിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ചെന്ന് സ്വാതന്ത്ര്യം പ്രമേയമായി വരുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കഥകൾ എടുത്തു വായിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാന പാഠാവലിയിലെ അവസാന യൂണിറ്റും സമാപിച്ചിരിക്കുകയാണ്. പുസ്തകം മുഴുവനായും തന്നെ യൂട്യൂബ് വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.